എന്നാൽ ഈ ദിവസകാലത്ത് ദൈവം ഒരു മനുഷ്യനെ ശപിക്കുന്ന ചില പാപങ്ങളുണ്ട്. ദൈവം ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തില് ശപിക്കുന്നതിനാണ്. ദൈവ കോപം ഏറ്റുവാങ്ങുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ടായെങ്കിൽ അവയെ ഇറക്കി വിടേണ്ട സമയമാണ് ഈ അനുതാപത്തിന്റെ, പശ്ചാത്താപത്തിന്റെ, അനുരഞ്ജനത്തിന്റെ കുമ്പസാരം എന്ന കൂദാശ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവത്തിന്റെ ശാപം ഏറ്റുവാങ്ങുന്ന ചില പാപങ്ങള് നമ്മുടെ ജീവിതത്തിൽ കുടിയേറി പാർത്തിട്ടുണ്ടെങ്കിൽ അവയെ ശക്തിപൂർവം ആഗ്രഹത്തോടെ ദൈവത്തെ ആശ്രയിച്ച് ഇറക്കി വിടുവാൻ കഴിയണം. അതിൽ ഒന്നാമതായി പറയുന്നതാണ് ദൈവത്തിന്റെ ശാപം വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലേക്കും കടന്നു വരുന്ന ദൈവ കോപം കടന്നു വരുന്നതിന്റെ ഒന്നാം ദൈവം ശപിക്കുന്ന ചില പാപങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് കർത്താവിന് നിന്ദ്യമായ ശില്പവേല കൊത്തിയോ വാർത്തോ വിഗ്രഹങ്ങളെ രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. അതായത് ജീവനുള്ള ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയും മറ്റാരാധനകളുടെ പിന്നാലെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. മന്ത്രവാദത്തിന്റെയും ഗൂഢോത്രത്തിന്റെയും ചോദിച്ചറിവിന്റെയും കാര്യങ്ങൾ പെട്ടെന്ന് അറിയുവാനായിട്ട് പല ഇടങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാനയും സ്വീകരിച്ചതിന് ശേഷം മറ്റാരാധന ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് സൗഭാഗ്യങ്ങൾ തേടി പോകുന്ന ചില വ്യക്തികളാ നമുക്കിടയിലുണ്ടാവും. എന്നാൽ വചനം നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 15 പ്രകാരം പറയുന്നുണ്ട്, കർത്താവിന് നിന്ദ്യമായ പ്രവൃത്തി വിഗ്രഹങ്ങളുടെ പിന്നാലെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, വിഗ്രഹങ്ങളെ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന്. ജീവനുള്ള ദൈവത്തെ മറന്ന് മറ്റാരാധനകളുടെ പിന്നാലെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ ശാപത്തിന് മാറ്റം നൽകുവാൻ ലഭ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. രണ്ടാമതായി ദൈവം ശപിക്കുന്ന രണ്ടാമത്തെ പാപം എന്നത് അപ്പനെയും അമ്മയെയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. ജന്മം നൽകിയ അപ്പനെയും അമ്മയെയും നിന്ദിക്കുന്നവൻ, തള്ളി പറയുന്നവൻ, അവരെ പരിഹസിക്കുന്നവൻ, അവരെ സംരക്ഷിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന വചനം നിയമാവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുക. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് ജന്മമേകിയ അപ്പനെയും അമ്മയെയും സംരക്ഷിക്കുന്നവരാണോ, അവരെ സ്നേഹിക്കുന്നവരാണോ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്നവരാണോ, ഇനി അവർ നമ്മുടെ ഒരു ഭാരമാണ് എന്ന് നീ മനസ്സിൽ കരുതുന്നത് തന്നെ നിനക്ക് ശാപമാണ്. നിന്റെ അപ്പനും അമ്മയും നിനക്കൊരു ഭാരമാണ് എന്ന്, നിന്റെ അപ്പനും അമ്മയും നിന്റെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരാണ് എന്ന്, നിന്റെ അപ്പന്റെയും അമ്മയുടെയും സാന്നിധ്യം അത് നിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെ തല്ലി തകർക്കുന്നതാണ് എന്ന്, നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കടന്നു പോകുവാൻ നിന്നെ തടസ്സം നിൽക്കുന്നത് നിന്റെ മാതാപിതാക്കളാണ് എന്നുള്ള ധാരണയിലാണ്. അവരെ അനുസരിക്കാതെ, അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ, അവരുടെ നിർദ്ദേശങ്ങളെ മാനിക്കാതെ അവരെ പരിഹസിക്കുന്നുണ്ട് എങ്കിൽ അപ്പനെയും അമ്മയെയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെടട്ടെ എന്ന നിയമാവർത്തന പുസ്തകം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം. എന്റെ അപ്പനെയും അമ്മയെയും ഞാൻ വാക്കുകൊണ്ട് നിന്ദിച്ചിട്ടുണ്ടോ, പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നതാ, അവർക്ക് നൽകേണ്ട പരിഗണന നൽകിയിട്ടുണ്ടോ എന്നതാണ്. നമ്മുടെ ഈ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിയിട്ടല്ല, നേർച്ചകൾ വാരിക്കോരി നൽകി എന്നതുകൊണ്ടോ, തീർത്ഥാടന ദേവാലയങ്ങളിലേക്ക് കടന്നുപോയി എന്നതുകൊണ്ടോ, മറിച്ച് മറ്റിടങ്ങളിലേക്ക് കടന്നു ചെന്ന മാതാവിന് സാരി വാങ്ങി നൽകുവാൻ നമ്മളുടെ മത്സരമാണ്, മാതാവിന് ഹാരം അർപ്പിക്കുവാൻ നമ്മളെ മത്സരമാണ്, മാതാവിന്റെ പേരിൽ ഊട്ടുനേർച്ചകൾ നൽകുവാൻ, ഉണ്ണിയപ്പം നൽകുവാൻ നമ്മളുടെ മത്സരമാണ്. എന്നാൽ ജന്മമേകിയ അപ്പനും അമ്മയ്ക്കും ഒരു തുണി വാങ്ങി കൊടുക്കുവാൻ നമ്മൾ മടിക്കാറുണ്ട്. അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കുവാൻ നമ്മൾ പലപ്പോഴും മടിക്കാറുണ്ട്. എങ്കിൽ തിരിച്ചറിയുക, നീ മാതാവിനെ സാരി പിടിപ്പിച്ചത് കൊണ്ടോ, നീ മാതാവിന്റെ പേരിൽ നേർച്ചകൾ നൽകിയത് കൊണ്ടോ നീ സൗഭാഗ്യമുള്ളവനായി അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുകയില്ല. മറിച്ച് നിന്റെ ജന്മമേകിയ മാതാവിനും പിതാവിനും അർഹമായ പരിഗണന
ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നുണ്ട്. മൂന്നാമതായി അയൽക്കാരന്റെ അതിർത്തിക്കല്ല മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന്. അയൽക്കാരന്റെ അതിർത്തിക്കല്ല പിഴുതു മാറ്റുന്നവൻ നിനക്ക് അർഹമല്ലാത്തത്, നിനക്ക് അവകാശപ്പെടാത്തത്. അങ്ങോട്ട് പോകുമ്പോ ഒരു ചവിട്ട, തിരിച്ചു വരുമ്പോ മറ്റു ചവിട്ട, പിന്നെ കുറച്ചു കഴിയുമ്പോ കല്ല് പിഴുതു മാറ്റൽ. മറ്റൊരുവന്റെ അതിർത്തിക്കല്ല നീ പിഴുതു മാറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ ശപിക്കപ്പെട്ടവനെന്നാ പറയുക. നിനക്ക് അർഹതപ്പെട്ടത് നീ സ്വന്തമാക്കുക. നിനക്ക് അർഹതപ്പെട്ടത് മാത്രം നിനക്ക് അവകാശമാക്കി നീ വയ്ക്കുക. നിനക്ക് അർഹതപ്പെടാത്തത് സ്വന്തമാക്കുവാൻ നീ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലാ നീ ശപിക്കപ്പെട്ടവനെന്ന് വചനം പറയുന്നുണ്ട്. എന്ന് പറയുക, കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. ആരാണ് ഈ കുരുടൻ? ആരാ? കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ കണ്ടു കണ്ടുകൂടാത്തവനെ വഴിതെറ്റിച്ചു എന്നതല്ല. അറിവില്ലാത്തവനെ, അജ്ഞതയുള്ളവനെ, പെട്ടെന്ന് പറ്റിക്കുവാൻ കഴിയുന്നവനെ, മറ്റൊരുവനെ നമ്മൾ മുതലെടുത്തിട്ടുണ്ട് എങ്കിലാണ്. അത് നമ്മുടെ കൂട്ടുകാരാകാം, അത് നമ്മുടെ സഹപ്രവർത്തകരാകാം. ബലഹീനന്റെ ബലഹീനതയെ നമ്മൾ ചൂഷണം ചെയ്തിട്ടുണ്ട് എങ്കിലാണ് അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുകയാണ്. ഒരു ബലഹീനന്റെ ബലഹീനതയെ നീ ചൂഷണം ചെയ്തിട്ടുണ്ടോ? അതിന്റെ സുഹൃത്താകാം. നിന്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതയെ നീ ചൂഷണം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിന്റെ സഹോദരിയുടെ ബലഹീനതയെ നീ ചൂഷണം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിന്റെ സുഹൃത്തിന്റെ സഹപാഠിയുടെ ബലഹീനതയെ നീ ചൂഷണം ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരദേശിയെയും അനാഥനെയും വിധവയ്ക്ക് നൽകേണ്ട നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. അതായത് പരദേശി, അനാഥൻ, വിധവ ഇവർക്ക് നൽകേണ്ട നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന വചനം പറയുന്നുണ്ട്. ഇതിൽ അനാഥൻ ആരോരുമില്ലാത്തവൻ, വിധവ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവൻ എങ്കിൽ ഇതിൽ പരദേശി ആരാണ് ഈ പരദേശി? ആരാണ് ഈ പരദേശി? നമ്മുടെ നാട്ടിൽ പരദേശി ആരാണ്? അന്യനാടുകളിൽ നിന്ന് ജോലിക്കായി നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കുന്നവരെ നമ്മൾ അവർക്ക് നൽകേണ്ട സംരക്ഷണം നൽകുവാൻ, അവരെ മുതലെടുക്കാതിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് വചനം പറയുക, നീ പരദേശിയെ മുതലെടുക്കുന്നുണ്ടെങ്കിൽ, നീ പരദേശിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ അനാഥനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ വിധവയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവർ അർഹമായ നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ എന്നാണ്. പിതാവിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന, അന്യന്റെ ഭാര്യയോടൊപ്പം ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന, പിതാവിന്റെയോ മാതാവിന്റെ മക്കളുമായി ശയിക്കുന്നവൻ രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള ബന്ധങ്ങളാണ്. അപ്രകാരമുള്ള ബന്ധങ്ങളിൽ ചെന്ന് വീഴുന്നവർ ശപിക്കപ്പെട്ടവരെന്ന വചനം നമ്മോട് പറയുന്നുണ്ട്. അയൽക്കാരനെ രഹസ്യമായി വധിക്കുവാൻ, അതവന്റെ ജീവൻ അപകരിക്കുക വാക്കുകൾ കൊണ്ടെങ്കിലും നീ നിന്റെ അയൽക്കാരനെ വധിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ ശപിക്കപ്പെട്ടവനെന്ന. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം വളരെ കൃത്യതയോടുകൂടി നമ്മെ പഠിപ്പിക്കുക. ഉചിതമായ വാക്ക് അതാ സ്വർണ്ണ തകടിൽ ആലേഖനം ചെയ്ത, വെള്ളി തകടിൽ ആലേഖനം ചെയ്ത സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പോലെ മനോഹരമാണ് എന്ന്. അതായത് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്ക് അത് വെള്ളി പോലെ തിളക്കം ഉണ്ടാകണമെന്ന വചനം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്ക് സ്വർണം പോലെ വിലയുള്ളതായി മാറണമെന്ന വചനം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്ക് ആപ്പിൾ പോലെ ഔഷധമുള്ളതായി തീരണമെന്ന വചനം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. എങ്കിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യുവാൻ കഴിയണം. എന്റെ വാക്ക് വെള്ളി പോലെ തിളക്കവും സ്വർണ്ണ
മറ്റൊരുവന്റെ ജീവിതത്തിന്റെ പ്രകാശത്തെ തച്ചുടയ്ക്കുന്നതായി മാറരുത നമ്മുടെ വാക്കുകൾ. മറ്റൊരുവന്റെ ജീവിതത്തിന്റെ വിലയെ ഇടിച്ചു കളയുന്നതായി മാറരുത നമ്മുടെയൊക്കെ വാക്കുകൾ. മറ്റൊരുവന്റെ ജീവിതത്തില് മുറിപ്പാടുകളും കണ്ണുനീരുകളും നൽകുന്നതായി മാറരുത നമ്മുടെയൊക്കെ ജീവിതത്തിലെ വാക്കുകൾ. അതുകൊണ്ടാണ് വചനം വളരെ കൃത്യതയോടുകൂടി പറയുക, നിന്റെ നാവ് നിനക്ക് അനുഗ്രഹമായി മാറട്ടെ എന്നാണ്. നിന്റെ നാവിൽ നിന്ന് വരുന്നതൊക്കെയും നിനക്ക് അനുഗ്രഹമായി മാറണം. നീ അസൂയാലുവിന്റെ ഹൃദയം ദേശ് പോലെയാണ് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നുണ്ട്. അസൂയപ്പെടുന്നവളുടെ ഹൃദയം ദേശ് പോലെ വികൃതം. എന്തുപോലെ വികൃതം പറയുന്നവർക്ക് ഞാൻ സമ്മാനം തരും. അസൂയപ്പെടുന്നവരുടെ ഹൃദയം ദേശ് പോലെ വികൃതം. എന്തുപോലെ വികൃതം? മണിക്കുട്ടി ഓടി തുടങ്ങി. എന്തുപോലെയാണ് അസൂയപ്പെടുന്നവന്റെ ഹൃദയം? എന്തുപോലെയാണ് വികൃതം? എന്തുപോലെ? എല്ലാവരും കാടി കൈകൊടുത്തിരിക്കുകയാണ്. നമ്മളാരും അസൂയപ്പെടാറുമില്ല, നമ്മൾ ആരെയും ഉപദ്രവിക്കാറുമില്ല. എല്ലാ ചിലർക്ക് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കണ്ണാടി കൂടെ വാങ്ങി നൽകാൻ പറയും. അസൂയപ്പെടുന്നവന്റെ ഹൃദയം എന്തുപോലെ വികൃതം? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്. വാക്യം പറഞ്ഞാൽ ഇപ്പോ നോക്കി പറയും. ശവപ്പറമ്പ് പോലെ വികൃതമാണ് അസൂയപ്പെടുന്നവന്റെ ഹൃദയം എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. ശവപ്പറമ്പ് പോലെ വികൃതമാണ് അസൂയപ്പെടുന്നവന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മപരിശോധന ചെയ്യുവാൻ കഴിയണം. ഈ കാലം നീ അസൂയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനയായി മാറിയിട്ടുണ്ട് എങ്കിൽ, അവയെല്ലാം പിതാവായ ദൈവം ക്ഷമിക്കുന്ന ഒരു കാലമാണ്, ക്ഷമിക്കുന്ന ഒരു അവസരമാണ്. ഉപസാരം എന്ന കൂദാശ എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. അയ്യോ, ഞാൻ അസൂയപ്പെട്ടു പോയി, എന്റെ ഹൃദയം ശവപ്പറമ്പ് പോലെയാണല്ലോ എന്ന് നാം വിചാരിക്കേണ്ടത്. ആ അസൂയപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് അനുദമിക്കുവാനുള്ള ഒരു സമയമാണ് ഈ കാലം. എല്ലാത്തിനെയും ദൈവത്തിന്റെ സ്നേഹത്താൽ സാധിച്ച് കരുണ കൊണ്ട് പൊതിഞ്ഞാശീർവദിക്കുന്ന പരിശുദ്ധമായ ഒരു കാലത്തിലായിരിക്കുന്ന ഈ സമയം അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അസൂയാലുവിന്റെ ഹൃദയം ശവപ്പറമ്പ് പോലെ വികൃതമാണ്. നമ്മുടെ അധരങ്ങളിലുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറേണ്ടതാണ്. നമ്മുടെയൊക്കെ വാക്കുകളുടെ സത്യം നമ്മൾ മറന്നു പോകരുത്. വേദം കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്നോ, കള്ളത്രാസിൽ അളവ് നോക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നോ, മറ്റൊരുവന്റെ കണ്ണുനീര് നിനക്ക് ഭക്ഷണമാക്കി നീ മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനെന്നും വചനം പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സമ്പത്ത് മറ്റൊരുവന്റെ കണ്ണുനീരാണ് എങ്കിൽ ആ സമ്പത്ത്, ആ ഭക്ഷണം നിനക്ക് ശാപമാണ് എന്ന്. അതായത് നീ നീതിപൂർവം നിന്റെ വിയർപ്പ് കൊണ്ട്, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് വചനം നമ്മെ പറയുമ്പോൾ, ആ അപ്പം എന്ന് പറയുന്നത് നിന്റെ സമ്പാദ്യമാണ്. നിന്റെ സമ്പാദ്യങ്ങളെല്ലാം മറ്റൊരുവന്റെ കണ്ണുനീരായി മാറരുത്. നീ ഭക്ഷിക്കുന്ന ഭക്ഷണം മറ്റൊരുവന്റെ കണ്ണുനീരാണ് എങ്കിൽ അത് നിനക്ക് ശാപമായി തീരുമെന്ന വചനം വളരെ കൃത്യതയോടുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന നിയമങ്ങളെല്ലാം പൂർണ്ണമായി പാലിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉപസാരത്തിന്റെ, ഈ അനുതാപത്തിന്റെ ഈ ദിനങ്ങളാണ് നമുക്ക് ദൈവ അനുഗ്രഹത്തിൻ്റെതായി മാറണമെങ്കിൽ നമുക്ക് വേണ്ടി നാം തന്നെ നമ്മുടെ പാപങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നവരായി തീരണം. വിശുദ്ധ ബർണബീത്ത പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: പാപം ചെയ്യുന്നവരെല്ലാം പാപികൾ, മറിച്ച് പാപത്തെ സ്നേഹിക്കുന്നവരാണ് പാപികൾ എന്ന്.
മനുഷ്യരായ നമ്മളാ ബലഹീനരാണ്, നമ്മൾ പാപം ചെയ്തു പോകാം. എന്നാൽ നീ ആ പാപത്തെ സ്നേഹിക്കാതിരിക്കുക, എന്നാൽ നീ ആ പാപത്തെ താലോലിക്കാതിരിക്കുക. അതുവഴി നിന്റെ പാപം ദൈവം ക്ഷമിക്കുമെന്ന്. പാപി എന്ന് പറയുന്നത് പാപത്തെ സ്നേഹിക്കുന്നവൻ. പാപി എന്ന് പറയുന്നത് പാപത്തെ സ്നേഹിക്കുന്നവനാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ പാപങ്ങളാ ഇനി ആവർത്തിക്കുവാനുള്ള ഒരു ലൈസൻസ് ആകരുത് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. അവയെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയൊരു ജീവിതത്തിന് ചുവട് വയ്ക്കുവാനുള്ള ഒരു കാലമാണ്. സങ്കീർത്തകൻ 32:5 വാക്യത്തില് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: പിതാവേ, എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ എന്ന്. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ എന്ന അങ്ങയുടെ അജഞ്ചലമായ സ്നേഹത്താൽ കാരുണ്യപൂർവം എന്നെ അവിടുന്ന് അനുസ്മരിക്കണമേ എന്ന, എന്നെ അവിടുന്ന് ഓർക്കണമേ എന്ന്. കർത്താവ് എന്നെയും നിങ്ങളെയും അനുദിനം ഓർക്കണമെങ്കിൽ, അനുസ്മരിക്കണമെങ്കിൽ ഈ ദാവീദ് രാജാവിനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവേ, എന്റെ യൗവനത്തിലെ എന്റെ അകൃത്യങ്ങളെ അവിടുന്ന് മായ്ച്ചു കളയണമേ എന്ന്. വീണ്ടും സുഭാഷിതങ്ങളാ 28-ാം അധ്യായം 13 പ്രകാരം പറയുന്നുണ്ട്: തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഡേഷ് ഉണ്ടാവുകയില്ല, അവ ഏറ്റു പറയുന്നവന് ഡേഷ് ലഭിക്കും. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഡേഷ് ഉണ്ടാവുകയില്ല, അവ ഏറ്റു പറയുന്നവന് ഡേഷ് ലഭിക്കും. ഇത് കൃത്യം പൂരിപ്പിക്കുവാൻ കഴിയും. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഡേഷ് ഉണ്ടാവുകയില്ല. ഏതാ എന്താ? അല്ല, പാപമോചനമല്ല, സമാധാനമല്ല. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഡേഷ് ഉണ്ടാവുകയില്ല, അവ ഏറ്റു പറയുന്നവന് ഡേഷ് ലഭിക്കും. സുഖം എന്താണ്? വിശുദ്ധീകരണം അല്ല. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. നീ നിന്റെ പാപങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ നിന്നും നീ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നത്: തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് ഏറ്റുപറയുന്നവന് ഡേഷ് ലഭിക്കും. എന്ത് ലഭിക്കും? അല്ല, ഏറ്റുപറയുന്നവന് ഐശ്വര്യം ഉണ്ടാകും, അത് മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് ഏറ്റുപറയുന്നവന് ഡേഷ് ലഭിക്കും. എന്താണ് പരിശുദ്ധി? അടുത്തത് അനുഗ്രഹം. അനുഗ്രഹം, നിത്യജീവൻ, ഉപസാരക്കൂട. എന്തിന്റെ കൂടെ ഞാൻ പറഞ്ഞു വെച്ചതാ? ദൈവ കാരുണ്യത്തിന്റെ കൂടാണ് കുമ്പസാരക്കൂട. പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റു പറയുന്നവന് ദൈവത്തിന്റെ കാരുണ്യം ലഭിക്കുമെന്ന, കരുണ ലഭിക്കുമെന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നുണ്ട്. വീണ്ടും നമ്മളൊക്കെ ചിലപ്പോൾ അഹങ്കരിച്ചു പോകാറുണ്ട്. മനുഷ്യരായ നമ്മളൊക്കെ ഈ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലെ ചില കാര്യങ്ങളാ. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പാപമൊക്കെ ഞാൻ ചെയ്തു, കുമ്പസാരിച്ചു, നീ കുമ്പസാരിച്ചു, എന്നിട്ട് നിനക്ക് ദുരന്തങ്ങൾ മാത്രം. പാപം ചെയ്ത കുമ്പസാരിക്കാതെ ജീവിക്കുന്ന എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി പറയുന്നു: പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത്. കർത്താവിന്റെ കോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്ന് ഓർക്ക, വീണ്ടും വീണ്ടും നീ പാപം ചെയ്യരുത്. കർത്താവ് ക്ഷമിക്കുമെന്ന് ഓർത്ത് നീ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പാപം ചെയ്തു എന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എന്നും നീ
കർത്താവിന്റെ കോപം സാവധാനമായി നിന്റെ അടുക്കിലേക്ക് വരികയും. പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പ്രകാരം ചോദിക്കുന്നുണ്ട്: മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നീ ഇനി അത് ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നീ പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് നിന്നെ കടിക്കും. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നീ ഇനി അത് ചെയ്യരുത്. നിന്റെ പഴയ പാപങ്ങളിൽ നിന്ന് മോചനത്തിനായി ആരോട് പ്രാർത്ഥിക്കുക? ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ എന്നതുപോലെ നീ അവയിൽ നിന്ന് ഓടി അകലുക. അതിന്റെ അടുത്തേക്ക് ചെന്നാൽ അത് നിന്നെ കടിക്കും. സ്നേഹമുള്ളവരെ, ഈ അനുതാപത്തിന്റെ, ഈ ഉപസാരത്തിന്റെ ഈ ദിനം നമ്മൾ ചിന്തിച്ച ചെറിയ ചെറിയ ചിന്തകൾ. ഉപസാരം ക്രിസ്തു സ്ഥാപിച്ചു. ഉപസാരം ക്രിസ്തു തന്റെ ആത്മാവിനെ നൽകി പാപമോചനത്തിനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് പുരോഹിതരിലൂടെ ഇന്നും നമുക്ക് മുമ്പിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന ഇടം ഉപസാരം. ഉപസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളിൽ ഒന്ന്, സ്വർഗത്തിന് നമ്മൾ യോഗ്യതയുള്ളവരായി തീരുന്നു. രണ്ടാമതായി, നല്ലൊരു ഉപസാരത്തിലൂടെ നമ്മൾ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടവരായി മാറുന്നു. മൂന്നാമതായി, അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ അവിടുന്ന് കഴുകുന്നു. വിജയം വരിക്കുന്നതിന് കാരണമായി മാറുന്നു. സമാധാനം ലഭിക്കുന്നതിന് കാരണമായി മാറുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും കർത്താവ് കടന്നു വരുന്നതിന് കാരണമായി മാറുന്നു. നല്ലൊരു ഉപസാരം സൗഖ്യം ലഭിക്കുന്നതിന് കാരണമായി മാറുന്നു. നല്ലൊരു ഉപസാരം. കർത്താവ് ശപിക്കപ്പെട്ടവരായി തീരരുക. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ശാപം ഏൽക്കാതിരിക്കണമെങ്കിൽ ജീവനുള്ള ദൈവത്തിന് ആരാധന അർപ്പിക്കാം. മാതാവിനെയും പിതാവിനെയും നമുക്ക് സ്നേഹിക്കാം. അതോടൊപ്പം തന്നെ ദൈവ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ആരുടെയും ജീവിതത്തെ വേദനിപ്പിക്കാതെ, മറ്റൊരുവന്റെ വസ്തു അപകരിക്കാതെ, അനാഥനെയും വിധവയെയും പരദേശിക്കും അർഹമായത് നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യം ആകണം. തീർച്ചയായും ദൈവം നമ്മോട് ആവർത്തിച്ച് പറയുന്നു: മകനെ, ക്ഷമിക്കുമെന്നോർത്ത് നീ വീണ്ടും പാപം ചെയ്യരുത്. നമുക്ക് ദൈവസന്നിധിയിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച സ്ഥാനങ്ങളിൽ തന്നെയായിരുന്നു കൊണ്ട് കണ്ണുകളടച്ച് നമ്മൾ നല്ലൊരു ഉപസാരം നടത്തിയിരിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നമ്മൾ നല്ലൊരു ഉപസാരത്തിനായി വീണ്ടും ദാഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മെ സ്പർശിക്കുന്നതാണ് അർത്ഥം. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം കരങ്ങൾ പോകി കരങ്ങൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വചനം ശ്രമിച്ചുകൊണ്ട് അവിടുത്തെ ആത്മാവിനായി ദാഹിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്ന എല്ലാ അനർത്ഥങ്ങളും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവനവന്റെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പിതാവായ ദൈവം അവന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി അവന്റെ ജീവന സംരക്ഷണം നൽകി അവന്റെ സ്വത്തുക്കളെ അവൻ സംരക്ഷിക്കുന്നു. ജീവനുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി നാം ഒരുങ്ങുമ്പോൾ കർത്താവേ, ജോബിന്റെ ഭവനത്തിനും സ്വത്തിനും ജീവനും വേലി കെട്ടി അവിടുന്ന് സംരക്ഷണം നൽകിയതുപോലെ, അവിടെ നമ്മുടെ ജീവിതത്തെ സംരക്ഷണം നൽകിയതുപോലെ എന്റെ ജീവിതത്തെയും അവിടുന്ന് സംരക്ഷിക്കണമേ. അവിടുത്തെ സ്നേഹത്തിന്റെ വേലി കൊണ്ട് എന്റെ ജീവിതത്തിന് ചുറ്റും അവിടുന്ന് വേലി തീർക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആരാധനയ്ക്കായി നമുക്ക് the
പാപങ്ങളെ ഓർത്ത് നീ പ്രശാന്തിപ്പിക്കും. എന്റെ അനുഗ്രഹം നിന്റെ കൂടെ അഗസ്ത്യൻ ഇപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത്, ഓ അനന്ത സ്നേഹത്തിന്റെ ഉറവിടമേ, നിന്നെ അറിയുവാൻ ഞാൻ വൈകിപ്പോയി. നീ എന്റെ കൂടെയുണ്ടായിരുന്നു, എന്നാൽ ഞാൻ നിന്റെ കൂടെയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ടാവും എന്ന്. അഗസ്ത്യന്റെ ഈ വാക്കുകൾ ദൈവത്തിന്റെ ശക്തിയെയും സ്നേഹത്തെയും തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വലിയൊരു സത്യമാണ്. ഓ അനന്ത സ്നേഹത്തിന്റെ ഉറവിടമായി ഞാൻ നിന്നിൽ നിന്ന് അകലം പാലിക്കുകയായിരുന്നു, എന്നാൽ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനതാ അറിഞ്ഞില്ല, എന്നാൽ ഞാൻ നിന്നെ അറിയുന്നു, ഇപ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ നാം ഈ അരളിക്കുള്ളിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ദിവ്യമായ സാന്നിധ്യത്തെയും സ്നേഹത്തെയും കാട്ടിത്തരുന്നതാണ്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലമാണ് ഈ ആരാധനയുടെ ലക്ഷ്യങ്ങളിലാണ്. അവിടുത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, നീ നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ നിന്റെ ഹൃദയത്തെ മാംസളമുള്ളതാക്കി മാറ്റാം. ശിലാതുല്യമായ നിന്റെ ഹൃദയത്തെ നീ എനിക്ക് താ, ഞാനത് മാംസളമുള്ളതാക്കി മാറ്റാം. രക്താംബരം പോലെ ചുവന്നതിന്റെ പാപത്തെയും ഹൃദയത്തെയും നീ എനിക്ക് താ, ഞാനത് തൂവെള്ളം പോലെ വെണ്മയുള്ളതാക്കി മാറ്റാം. ഇത് അനുഗ്രഹത്തിന്റെ നിമിഷം. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്പർശിക്കുന്ന സമയമാണ്. അവന്റെ അയോഗ്യതകളെ ഈശോയുടെ സന്നിധിയിൽ ഉപേക്ഷിച്ചപ്പോൾ അവൻ സൗഭാഗ്യത്തിന് അനുഗ്രഹത്തിന് കാരണമായി. അവൻ നേടിയതൊക്കെയും വിട്ടുകൊടുത്തപ്പോൾ അവന്റെ കരം പിടിച്ചുകൊണ്ട് അവന്റെ ഭവനത്തിലേക്ക് ഈശോ പ്രവേശിക്കുന്നുണ്ടാവും. പാപിനിയായ സ്ത്രീ, ഇത് നീ മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് നിനക്ക് സമാധാനം ആശംസിച്ച് കർത്താവിന്റെ കൂടെ നമ്മുടെ കർത്താവിനെ ക്ഷമിക്കുവാൻ മാത്രമേ അറിയാവൂ. ശിക്ഷിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ ഈ കർത്താവിൽ എഴുന്നള്ളിയിരിക്കുക, മറിച്ച് ശിക്ഷണം നൽകി നമ്മളെ ചേർത്ത് നിർത്തുന്നു. ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ പാപഭാരങ്ങളുടെ കെട്ടുകളടിച്ചുകൊണ്ട് അവിടുത്തെ നിർമ്മലമായ സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോയ്ക്ക് ആരാധന അർപ്പിച്ച് കരങ്ങൾ അടിച്ച അവിടുത്തെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഈ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ എല്ലാ തലങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആരാധന
നമുക്ക് അവിടേക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഇവരുടെ എല്ലാ പ്രാർത്ഥനകളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ എല്ലാവരുടെയും കുടുംബങ്ങളെ ഈ നിമിഷം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ അശക്തമായ മേഖലകളെയെല്ലാം അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമാകുക, ഞങ്ങൾക്ക് കൂടെ എല്ലാവർക്കും ഒത്തുകയിലായതുകൊണ്ട് തിരുനാഥന്റെ ആശീർവാദത്തിനായി കൊടുക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ യഥാർത്ഥത്തിലേക്ക് സമർപ്പിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. കുടുംബത്തിന്റെ ആവശ്യകതകളെ സമർപ്പിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളികളെ, അവരുടെ അധ്വാനങ്ങളെ, അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ, നിങ്ങളുടെ മക്കളെ, അവരുടെ പഠനങ്ങളെ, അവരുടെ പരീക്ഷകളെ, അവരുടെ തൊഴിലുകളെ, അവരുടെ പരിശ്രമങ്ങളെ, രോഗാവസ്ഥയിൽ കഴിയുന്ന സകലരെയും ഈശ്വരനിലേക്ക് സമർപ്പിച്ചു. അവരുടെ അനുഗ്രഹങ്ങളെ യാചിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,